ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ രൂപ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ ബേസാണ്. നമ്മൾ ക്രീം കേക്കൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള സിൽവർ ഫോയിൽ പേപ്പർ എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തന്നെ കിട്ടണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ് ഉള്ളതെങ്കിൽ ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കേക്കിൻ്റെ ബേസ് ഉള്ളത് കാരണം ഞാനതെടുത്തു. ഇനി ഞാൻ കുറച്ച് കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെൽക്കം ക്രാഫ്റ്റാണ്. അത് നമ്മുടെ ഡോറിൻ്റെ മുകളിലും വല്ല വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഹാങ് ചെയ്യാനോ സ്റ്റിക്ക് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു വെൽക്കം ക്രാഫ്റ്റ്. വെൽക്കം ടു മൈ ഹോം സ്വീറ്റ് ഹോം, അങ്ങനെ പല കോഡ്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രിക്സിൻ്റെ ഷേപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഏകദേശം ഒരേ സൈസിൽ തന്നെ ആ കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ഓരോ ബ്രിക്സ് ഒട്ടിക്കുമ്പോഴും ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ട് ഈ കാർഡ്ബോർഡ് ഷീറ്റ് കംപ്ലീറ്റ് റൗണ്ടായി കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് ഷീറ്റ് കംപ്ലീറ്റ് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്നത് കാരണം തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തൊരു ബ്രഷ് ഉപയോഗിച്ച് കംപ്ലീറ്റും ഗ്ലൂ അപ്ലൈ ചെയ്യുക. നല്ലതുപോലെ ഗ്ലൂ സ്പ്രെഡ് ചെയ്യുക. ആ ഗ്യാപ്പിലൊക്കെ ഗ്ലൂ എത്തണം, എങ്കിലേ നമ്മുടെ ടിഷ്യൂ നല്ലതുപോലെ എല്ലാ സ്ഥലത്തിലും ഒട്ടി നിൽക്കത്തുള്ളൂ. അപ്പോൾ ഗ്ലൂ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ടിഷ്യൂ പേപ്പർ അതിൽ ഒട്ടിച്ചു കൊടുക്കുക. ബ്രഷ് യൂസ് ചെയ്ത് ആ ഗ്യാപ്പിലൊക്കെ ടിഷ്യൂ പേപ്പർ നല്ലതുപോലെ സ്റ്റിക്ക് ആകുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക, എങ്കിലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ടിഷ്യൂ കീറിപ്പോകാതെ ശ്രദ്ധിച്ച് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ടിഷ്യൂ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറകു വശവും ആ കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡോട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ബ്രൗണ്, റെഡ്, ഓറഞ്ച്, വൈറ്റ് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ മിക്സ് ചെയ്ത് ഒരു ബ്രൗണിഷ് കളറിൽ റെഡിഷ് കളറിൽ ഒക്കെ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇഷ്ടികയിൽ അതിൻ്റെ ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കളറിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ കംപ്ലീറ്റും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് റെഡിഷ് കൂടുതൽ നിൽക്കുന്നതും ഇടയ്ക്ക് ബ്രൗണായിട്ടും ഒക്കെ ഒരു നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ കാണാൻ ഇത് നല്ല ഭംഗിയുണ്ട്. പുറകിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, പെയിൻ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ചെയ്യുന്ന ഡിസൈനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ തന്നെ കാണുമ്പോൾ തന്നെ ഇത് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ വീതിയും ലെങ്ത്തുമുള്ള ഒരു പേപ്പർ കട്ടിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് രീതിയിൽ മടക്കി കട്ട് ചെയ്തെടുക്കണം. ആക്ച്വലി ഞാൻ ഇത് കണ്ട വീഡിയോയിൽ ക്ലേ യൂസ് ചെയ്താണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലേ ഇല്ലാത്തത് കാരണം ഞാൻ പേപ്പർ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഈ പേപ്പറില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നത് വീഡിയോസ് ഒരുപാടുണ്ട് യൂട്യൂബിലൊക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് കളർ പേപ്പർ ഉള്ളത് കാരണം ഒരു വെറൈറ്റി ആയിട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ത്രികോണത്തിൻ്റെ ഷേപ്പിൽ 2 തവണ മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഇതൾ ആയിട്ട് മാർക്ക് ചെയ്ത് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നത്, നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അതേ ഫ്ലവർ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഞാനൊരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈനിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ 8 ഇതളുള്ള ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇതളും നമുക്ക് അതിൻ്റെ നടുവിലൂടെ സെൻറ്ററിലൂടെ മടക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ സിസറിൻ്റെ സൈഡ് വെച്ച് തന്നെ ഒന്ന് മടക്കി എടുക്കുകയാണ്. അങ്ങനെ എല്ലാ ഇതളും നടുവേ ഒന്ന് മടക്കി നീർക്കുകയാണ്. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള 5ഓ 6ഓ പേപ്പർ കട്ടിങ് ഇതുപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പേപ്പറിൽ നിന്നും ഒരു ഇതൾ മാത്രം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ അടുത്ത ഇതിൽ നിന്ന് 2 ഇതൾ കട്ട് ചെയ്തെടുക്കാം. അടുത്തതിൽ നിന്ന് 3 ഇതൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ ഇതൾ കുറച്ച് കുറച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ പാതി കട്ട് ചെയ്ത ആ ഒരു പോർഷനിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ വീഡിയോയിൽ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാ പേപ്പർ കട്ടിങ്ങും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ച് ചെറുത് വലുതിലേക്ക് പിന്നെ അതിൻ്റെ വലുതിലേക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ മനോഹരമായ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇതേ മോഡലിൽ ഞാൻ 4-5 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത ഇതൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഫ്ലവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 മഞ്ഞയും 3 പിങ്കുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ഇത്തിരി വലിയ പിങ്കാണ്. ബാക്കിയൊക്കെ ഏകദേശം ഒരേ സൈസിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ലീവ്സ് കൂടെ ഗ്രീൻ കളറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നിയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് ആദ്യം ഡിസൈൻ ചെയ്യാം. അതിനുശേഷം ലെറ്റർ സ്റ്റിക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്.
ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു ബ്രൗണിഷ് റെഡ് കളറിൽ പിങ്കും യെല്ലോവും ഗ്രീനും വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കോട്ട്സ് എഴുതാം. ഹോം സ്വീറ്റ് ഹോം, വെൽക്കം ടു അവർ സ്വീറ്റ് ഹോം, അങ്ങനെയൊക്കെ എഴുതാം. പക്ഷെ ഞാനിവിടെ നെസ്റ്റ് എന്ന് മാത്രമാണ് എഴുതുന്നത്. വെൽക്കം ടു അവർ നെസ്റ്റ് എന്ന് ആദ്യം ആലോചിച്ചെങ്കിലും പിന്നീട് നെസ്റ്റ് എന്ന് മതിയെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ വീടിന് ഞങ്ങൾ നൽകുന്ന ഒരു നെയിമാണ് നെസ്റ്റ്. ഈ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ക്ലേയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ഫോം ഷീറ്റിൽ വരച്ച് അത് കട്ട് ചെയ്ത് ഡിസൈനിൽ വരച്ച് കട്ട് ചെയ്തെടുത്തതാണ്. പല ഡിസൈനിലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ വരച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ക്ലേ കയ്യിലുണ്ടെങ്കിൽ ക്ലേയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്കും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ലെറ്റേഴ്സും ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സ് എഴുതാം. അതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്യുകയാണെങ്കിൽ പുറകിൽ നിങ്ങളൊരു ഹുക്ക് പിടിപ്പിക്കേണ്ടതാണ്. അതല്ല സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്താൽ മതിയാകും. ഞാൻ ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിൽ ഹുക്കൊന്നും പിടിപ്പിച്ചിട്ടില്ല. അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനിവിടെ ഓറഞ്ച് കളർ ഫോം ഷീറ്റിലാണ് നെസ്റ്റ് എന്നത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ കളറ് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഇത്രയേ ചെയ്യണ്ടൂ. ഇത്ര ചെയ്യുന്നതേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാനിതിനെ ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അധികം ഓവർ ഡെക്കറേറ്റ് ചെയ്ത് ബോറാക്കുകയും വേണ്ട. അപ്പോൾ ഇതേ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പേപ്പർ തന്നെ ബ്ലാക്ക് കളറുള്ള പേപ്പർ തന്നെ ചുരുട്ടി സ്റ്റെമ്മ് പോലെയാക്കി അതിനുശേഷം പേർപ്പിൾ കളറുള്ള പേപ്പർ ഉരുട്ടി അതിനെ സ്റ്റിക്ക് ചെയ്തെടുത്തതാണ്. പുറകു വശം കണ്ടോ, ഞാൻ പുറകു വശത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിക്കുക എന്നാണ്. അതുപോലെ തന്നെ നെസ്റ്റ് എന്നത് പെൻസിലിനെ കൊണ്ടൊക്കെ വരച്ച് കട്ട് ചെയ്തെടുത്തതിനാൽ പെൻസിലിൻ്റെ ചെറിയ മാർക്കുള്ളത് കൊണ്ട് ഓറഞ്ച് കളർ പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം കംപ്ലീറ്റ് ഇതൊക്കെ ഒട്ടിയതിന് ശേഷം വേണം വാർണിഷ് അടിക്കാൻ. വാർണിഷ് അടിച്ചതിന് ശേഷം മാത്രമേ ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും വാർണിഷ് അടിക്കുന്നില്ല. ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇതിൻ്റെ പരിപാടി. ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.